ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുറച്ച് പൂക്കളുള്ള ചെടികളെ പരിചയപ്പെടാം. ഇത് ഞാൻ തന്നെ കെയർ ചെയ്യുന്ന ചെടികളാണ്. നല്ല പൂക്കളുള്ള നല്ല ചെടികളാണ്. ഈ ചെടിയുടെ പേര് ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ എന്നാണ്. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ, കണ്ടു നോക്കൂ. നല്ല അതിമനോഹരമായ പൂക്കൾ, മുത്തുമുത്ത് പോലുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഈ ചെടിയുടെ പേര്, പൂക്കളുടെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഈ പൂവിൻ്റെ ഈ ചെടിയുടെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല കതിര് പോലെ നല്ല ചെറിയ ചെറിയ പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് കല്യാണ സൗഗന്ധികം പൂവാണ്. ഭീമസേന ദ്രൗപദിക്ക് കൊടുത്ത പൂവാണല്ലോ. നല്ല നല്ല മണമുള്ള നല്ലൊരു പൂവാണ്. പിന്നെ ബട്ടർഫ്ലൈ ലില്ലി എന്നും പറയും. കാണുന്നുണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ, ബട്ടർഫ്ലൈ പോലെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതും പറയും. സുഗന്ധി എന്നും പേരുണ്ട്. പിന്നെ ഇതിന് പ്രത്യേക പരിചരണങ്ങളൊന്നും വേണ്ട. ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിറയെ തൈകളൊക്കെ വന്നുകൊണ്ടിരിക്കും. നിറയെ പൂക്കളും ഉണ്ടാവും. നല്ല ഭംഗിയുള്ള പൂക്കളാവും. നല്ല നല്ല മണം ഉണ്ടാവും. നല്ല പൂവാണ്. ഈ പൂവിൻ്റെ പേര് സൺസെറ്റ് ബെൽ എന്നാണ്. നല്ല ഭംഗിയില്ലേ, ഓറഞ്ച് പൂക്കളിൽ നിന്ന് മഞ്ഞ പൂക്കളായിട്ട് വരും. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇലകൾ കാണുമ്പോഴും തന്നെ നല്ല പ്ലാസ്റ്റിക് ഇല പോലെ നല്ല ഭംഗിയുള്ള നല്ല അതിമനോഹരമായ നല്ല പൂക്കളാണ്. ഇതൊരു മിനിയേച്ചർ നന്ദ്യാർവട്ടാണ്. നല്ലതായിട്ട് നിറയെ പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. അതുപോലെ പൂച്ചട്ടിയിലാണെങ്കിലും പുറത്ത് നിലത്ത് വെക്കുകയാണെങ്കിലും നല്ല ബുഷായിട്ട് നല്ല വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്ന നല്ല പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ്. ഇത് ശിവമല്ലി എന്നും മഞ്ഞരളി എന്നെല്ലാം പറയും. ഇത് നല്ലൊരു പൂവാണ്. നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കണ പൂവാണ്. പിന്നെ ഇത് വലിയ മരങ്ങളായിട്ടും ഉണ്ടാക്കാം, അതുപോലെ കുറ്റിച്ചെടികളായിട്ടും വളർത്താം. നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ്. ഇത് ഗാർലിക് വൈൻ പ്ലാന്റ് ആണ്. വെളുത്തുള്ളിയുടെ മണമുള്ള നല്ലൊരു പൂക്കളാണ്. ഇത് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും. മരങ്ങളിൽ കൂടെയും പിന്നെ അതുപോലെ മതിലിൽ കൂടെയൊക്കെ ഗ്രില്ലിൽ കൂടെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. നിറയെ പൂക്കളുണ്ടാവും. ഇതിൻ്റെ മൊട്ടുകൾ നല്ല ഭംഗിയാണ്. ആദ്യത്തെ മൊട്ടുകൾ നല്ല ഡാർക്ക് വയലറ്റ് കളറാണ്. അതിനുശേഷം പൂക്കൾ വിരിയുമ്പോൾ ആദ്യത്തെ ദിവസം നല്ല ഡാർക്ക് കളറുണ്ടാവും. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും കുറച്ച് ലൈറ്റ് കളറാവും. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഒരു നല്ല ലൈറ്റ് കളറാവും. എന്നാലും കുലകുലകളായിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നിറയെ ഉണ്ടാവും ചെയ്യും. പ്രത്യേകം പരിചരണങ്ങളൊന്നും വേണ്ട, പക്ഷെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും.
എല്ലാരും ഇന്നത്തെ ഫ്ലവേഴ്സ് കണ്ടില്ലേ? എല്ലാരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഷെയറും ചെയ്യണേ. ബൈ, താങ്ക് യു.